Okay, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. On which of the following factors the crushing strength of stone does not depend? A. Texture. B. Workability. C. Specific gravity. D. Both texture and specific gravity. അപ്പം അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റോൺ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റോൺ ഏതിലാണ് ഡിപ്പെൻഡ് ആവാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്തിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ മിനറൽ കമ്പോസിഷനിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ മിനറൽ കമ്പോസിഷനിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ക്രഷിംഗ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ മിനറൽ കമ്പോസിഷനിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മിനറൽ കമ്പോസിഷനെ ഗൈഡ് ചെയ്യുന്ന പാരാമീറ്റർ ഏതൊക്കെയാണ് നമ്മൾ നോക്കണം. ഏതൊക്കെയായിരിക്കും? ടെക്സ്ചർ. ഒബ്വിയസ്ലി എന്താണ് മിനറലിന്റെ കമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ഇതായിരിക്കും, ടെക്സ്ചർ ആയിരിക്കും. അതേപോലെ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത് രണ്ടും മിനറൽ കമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും ക്രഷിംഗ് സ്ട്രെങ്തിനെ ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതാണ് ഡിപ്പെൻഡ് ചെയ്യാത്ത പാരാമീറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? വർക്കബിലിറ്റി ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യാത്ത പാരാമീറ്റർ. ഓക്കെ, വർക്കബിലിറ്റി ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യാത്ത പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the main composition of granite? A. Quartz, feldspar and mica. B. Quartz and lime. C. Quartz and silica. D. Silica, lime and alumina. Okay, അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? Which of the following is the main composition of granite? ഗ്രാനൈറ്റിന്റെ മെയിൻ കമ്പോസിഷൻ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻ നമ്മൾ കണ്ടത്? ഫെൽസ്പെറും ക്വാർട്സും നമ്മൾ കണ്ടതാണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? മിക്ക ഓൾസോ ദ മെയിൻ കമ്പോസിഷൻ ഓഫ് ഗ്രാനൈറ്റ്. മിക്കയും നമ്മുടെ ഗ്രാനൈറ്റിന്റെ മെയിൻ കമ്പോസിഷൻ ആണെന്ന് ഓർക്കണം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അപ്പോൾ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർബിൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് aqueous rock, metamorphic rock, C. sedimentary rock, ഡി ഇഗ്നിയസ് റോക്ക്. ഏതാണ് മാർബിളിന്റെ എക്സാമ്പിൾ? മാർബിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഓൾറെഡി നമ്മൾ നോക്കിയതാണ്, എൻ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ നോക്കിയതാണ്. മാർബിൾ എന്ന് പറയുമ്പോൾ ഇതാണ് മാർബിൾ. എം ഫോർ മാർബിൾ, എം ഫോർ മെറ്റമോർഫിക്, അങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോക്കാണ്. ഓക്കെ, മാർബിൾ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റമോർഫിക് റോക്ക്. ഓക്കെ, അതേപോലെ ഇതെങ്ങനെ എന്തിന്റെ ട്രാൻസ്ഫോർമേഷനിലാണ് മാർബിൾ ഫോം ആയത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതിന്റെ ട്രാൻസ്ഫോർമേഷനിലാണ്? ലൈംസ്റ്റോണിന്റെ ട്രാൻസ്ഫോർമേഷനിലാണ്. ഓക്കെ, ലൈംസ്റ്റോണിന്റെ ട്രാൻസ്ഫോർമേഷനിലാണ് നമുക്ക് മാർബിൾ കിട്ടുന്നത്. ഓക്കെ, ലൈംസ്റ്റോണിന്റെ ട്രാൻസ്ഫോർമേഷനിലാണ് നമുക്ക് മാർബിൾ കിട്ടുന്നത്. ഓക്കെ, അത് ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് റോക്കാണ്? ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ സെഡിമെന്ററി റോക്കാണ്. ഓക്കെ, ലൈംസ്റ്റോൺ എന്ന് പറയുമ്പോൾ സെഡിമെന്ററി റോക്കാണ്. അപ്പോൾ സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ ലൈംസ്റ്റോണിൽ നമ്മൾ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഫോം ചെയ്യുന്ന റോക്കാണ് നമ്മുടെ മെറ്റമോർഫിക് റോക്ക്. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും മാർബിൾ എന്ന് പറയുമ്പോൾ മെറ്റമോർഫിക് റോക്കിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? മാർബിൾ is an example of metamorphic rock. Okay, next question. The solidification of molten magma when it reaches the surface of Earth result in the formation of A. sedimentary rock, B. metamorphic rocks, സി ബസാൾട്ട് ആൻഡ് ട്രാപ്സ്, ഡി ഗ്രാനൈറ്റ്. ഇത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ് അല്ലെ. എന്താണ് സോളിഡിഫിക്കേഷൻ ഓഫ് മോൾട്ടൻ മാഗ്മ? മോൾട്ടൻ മാഗ്മ സോളിഡിഫൈ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏത് റോക്കാണ്? ഇഗ്നിയസ് റോക്കാണ് അല്ലെ. അത് നമുക്ക് ഓൾറെഡി നോക്കിയതാണ്. നമുക്ക് കിട്ടുന്ന റോക്ക് എന്താണ്? ഇഗ്നിയസ് റോക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ സർഫസിലാണെങ്കിൽ അതിന് നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? അതിന്റെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. എന്താണ് സർഫസിലാണെങ്കിൽ ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ബസാൾട്ട് ആൻഡ് ട്രാപ്സ്. ഓക്കെ, സർഫസിലാണെങ്കിൽ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ബസാൾട്ട് ആൻഡ് ട്രാപ്സ് ആണ്. അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ആൻസർ ഇതായിരിക്കും, സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following could be the specific gravity of stone to be used as a building material? Okay, which of the following could be the specific gravity of stone to be used as a building material? ഏതാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ നോക്കേണ്ടത് ബിൽഡിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ? ഏതാണ്? 2.7 ആണോ, 1.7 ആണോ, 1.9 ആണോ, 1.3 ആണോ? ഒബ്വിയസ്ലി നമുക്കറിയാം PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 2.4 to 2.8 വരെയാണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് വരുന്നത്. ഓക്കെ, ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺസിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ 2.4 to 2.8 ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അതായത് 2.7. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Shingle is waterborne pebbles, disintegrated laterite, crushed
ഗ്രാനൈറ്റ്, നൺ ഓഫ് ദീസ്. ഓക്കെ, സിംഗിൾ എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പെബിൾസ് ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, സിംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? പെബിൾസ് ആണ്. അപ്പോൾ സിമ്പിൾ വേർഡ്സിൽ എന്താണെന്ന് പറയാൻ പറ്റും? നമുക്ക് എ എന്ന് പറയാൻ പറ്റും. വാട്ടർ ബോൺ പെബിൾസ് ആണ് സിംഗിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ.